Hi guys, നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്കാണ് വന്നത്. എന്താണ് പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്വെഞ്ച് മെയ്ഡ് ഇൻ കൊറിയ. കൊറിയൻ്റെ ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ക്വെഞ്ച് എന്നുള്ള ഒരു ബ്രാൻഡിൽ നമുക്ക് 7 കാറ്റഗറിയാണ് വന്നത്. അത് മെയിനായിട്ട് വന്നത് ചെറി ബ്ലോസം ആൻഡ് ഗ്രേപ്പ് ഫ്രൂട്ടും പിന്നെ അതേപോലെ പേളുമാണ് ഇതിനകത്ത് വന്ന ഒരു പ്രൊഡക്റ്റ്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളൊരു സ്കിന്നാണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ വന്നത്. ആ ഒരു സ്കിൻ ടോൺ കാറ്റഗറിക്കാർക്ക് മാത്രമായിട്ട് വന്ന ഒരു കാറ്റഗറിയാണ് മാമാസിക്ക. കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ ഇൻഗ്രീഡിയന്റ് ഫുള്ള് നമുക്ക് കൊറിയനിൽ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതാണ് ഈ ഒരു പ്രൊഡക്റ്റുകളുടെ ഒരു പ്രത്യേകത. നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്കാണ് വന്നത്. എന്താണ് പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്വെഞ്ച് മെയ്ഡ് ഇൻ കൊറിയ. കൊറിയൻ്റെ ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. എല്ലാവരും കൊറിയൻ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്ത് ഭയങ്കര വൈറ്റനിങ് റിസൾട്ട്സും അതേപോലെ തന്നെ പിമ്പിൾസിൻ്റെയും ഭയങ്കര കാറ്റഗറി ആയിട്ട് തന്നെ ഒരു കാറ്റഗറിയാണ് നമ്മുടെ കൊറിയൻ ബ്രാൻഡിൻ്റെ ക്വെഞ്ച് എന്നുള്ളൊരു ബ്രാൻഡ്. ക്വെഞ്ച് എന്നുള്ളൊരു ബ്രാൻഡിൽ നമുക്ക് 7 കാറ്റഗറിയാണ് വന്നത്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് വന്നത് മോൺചെറിയാണ്. മോൺചെറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ബ്രൈറ്റനിങ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് ആണ് വന്നത്. ഇത് മെയിനായിട്ട് വന്നത് ചെറി ബ്ലോസം ആൻഡ് ഗ്രേപ്പ് ഫ്രൂട്ടും പിന്നെ അതേപോലെ പേളുമാണ് ഇതിനകത്ത് വന്ന ഒരു പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാവും. സെക്കൻഡ് കാറ്റഗറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രവോക്കാഡോയാണ്. ബ്രവോക്കാഡോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് മെയിനായിട്ട് വന്നത് അവോക്കാഡോയാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് പെമഗ്രേറ്റും വന്നിട്ടുണ്ട്, റൈസ് വാട്ടറും വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കൊറിയയിൽ തന്നെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകളും കൊണ്ടാണ് ഈ ഒരു ബ്രവോക്കാഡോ കാറ്റഗറി മാത്രമല്ല എല്ലാ കാറ്റഗറി. തേർഡ് കാറ്റഗറി വന്നത് മാമാസിക്കയാണ്. മാമാസിക്ക ക്വെഞ്ച് എന്നുള്ള ബ്രാൻഡിന്റെ ഏറ്റവും ഫേമസ് ആയിട്ട് വന്ന ഒരു കാറ്റഗറിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ ഏറ്റവും കൂടുതൽ വന്നതാണ് ആക്നെ അതേപോലെ പിഗ്മെന്റേഷൻ അതേപോലെ ഡാർക്ക് സ്പോട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളൊരു സ്കിന്നാണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ വന്നത്. ആ ഒരു സ്കിൻ ടോൺ കാറ്റഗറിക്കാർക്ക് മാത്രമായിട്ട് വന്ന ഒരു കാറ്റഗറിയാണ് മാമാസിക്ക. മാമാസിക്കയിൽ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിമ്പിൾ പാച്ചസ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിമ്പിൾസിൽ ഉണ്ടാവണ അതേ പിമ്പിൾ നല്ല ബബ്ലി ആയിട്ട് ഇരിക്കുമ്പോൾ അത് ജസ്റ്റ് നമുക്ക് താഴ്ത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മാസ്ക്. അത് നമ്മളുടെ നോർമൽ ഷീറ്റ് മാസ്ക് പോലെയല്ല, ജസ്റ്റ് പിമ്പിൾസ് വെക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിളിൽ മാത്രം ഒരു ബിന്ദി പോലെ ഇരിക്കും. അതിനകത്ത് 24 ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ആ പിമ്പിൾസ് എവിടെയാണോ അവിടെ മാത്രം ജസ്റ്റ് വെക്കാനുള്ളൊരു മാസ്ക്. ഭയങ്കര സ്പെഷ്യലാണ് ഇതിൻ്റെ. അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട് നമ്മളുടെ പിമ്പിൾസ് വന്നിട്ടുള്ള സ്പോട്ടുകളെല്ലാം ഡള്ളാക്കാനും ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര ഫീഡ്ബാക്കാണ്. ഫോർത്ത് കാറ്റഗറിയാണ് വന്നത്. ഫോർത്ത് കാറ്റഗറി നമുക്ക് വന്നത് മാച്ച ബെറ്റർ എന്നുള്ള കാറ്റഗറി. ഇത് കൂടുതലും നമുക്ക് ഓയിൽ കൺട്രോൾ ആൻഡ് നറിഷിംഗ് ആണ് വന്നത്. ഇത് കൂടുതലും ഓയിലി സ്കിന്നിന്റെ കാറ്റഗറിയാണ് കേട്ടോ. ഫിഫ്ത്ത് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബ്ലീച്ച് പ്ലീസ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് കൂടുതലും നല്ല ഡ്രൈ സ്കിന്നിന് നല്ല ഹൈഡ്രേറ്റിംഗും അതേപോലെ തന്നെ നല്ല നറിഷിംഗും ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്ത് മെയിനായിട്ട് വന്നത് തന്നെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിന്റെ ഒരു ഫ്ലവറും അതേപോലെ തന്നെ ബ്ലീച്ചും ആണ് വന്നത്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഈ ഒരു ഫ്ലവറും കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഇൻഗ്രീഡിയന്റ് ഫുള്ള് നമുക്ക് കൊറിയനിൽ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതാണ് ഈ ഒരു പ്രൊഡക്റ്റുകളുടെ ഒരു പ്രത്യേകത. എന്ന് പറയുന്നത് ചായ് ലീഡർ ആണ്. ചായ് ലീഡറിന്റെ സ്പെഷ്യൽ പ്രൊഡക്റ്റ് വന്നത് നമ്മുടെ ചായ് സീഡും അതേപോലെ തന്നെ കാറ്റക്സ് ഓയിലല്ല വാട്ടറും അതേപോലെ തന്നെ ബാമ്പു ആണ് ഇതിനകത്ത് മെയിനായിട്ട് തന്നെ പ്രൊഡക്റ്റ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാമാസിക്ക പോലെ തന്നെ ഓയിലി സ്കിന്നിന് വേണ്ടി സ്പെഷ്യലായിട്ട് തന്നെ ഒരു കാറ്റഗറിയാണിത്. പിന്നെ അതേപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റിങ്ങും അതേപോലെ തന്നെ നല്ല ഡീപ്പ് ക്ലെൻസിങ്ങും ആണ് ഇതിന്റെ എല്ലാ പ്രൊഡക്റ്റും. ഫേസ് വാഷ് മാത്രമല്ല എല്ലാ പ്രൊഡക്റ്റും മോയ്സ്ചറൈസർ ആണെങ്കിലും എല്ലാം ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ ഈ ഒരു കാറ്റഗറിക്കകത്ത് നമുക്കൊരു മോയ്സ്ചറൈസർ വരുന്നുണ്ട്. ആ മോയ്സ്ചറൈസർ ഓൾറെഡി അതിനകത്തൊരു മസാജറും കൂടി ഇൻക്ലൂഡ് ആണ്. അപ്പം നമുക്ക് സെപ്പറേറ്റ് വേറൊരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് മോയ്സ്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് തന്നെ ഒരു മസാജർ വരുന്നുണ്ട്. അത് ഭയങ്കര അഡ്വാൻസ് ആണ്. കാറ്റഗറി എന്ന് പറയുന്നത് മിസ്മെൽസ് ആണ്. ഇതിനകത്ത് മെയിനായിട്ട് വന്നത് ഒലിവും അതേപോലെ തന്നെ റൈസ് വാട്ടറും പിന്നെ അലോവേരയാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്ന ഒരു പ്രൊഡക്റ്റ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫുൾ ക്ലെൻസിങ്ങും അതേപോലെ തന്നെ ഡൾ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണിത്. പിന്നെ നമ്മളുടെ ഈ ക്വെഞ്ചിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും പാരബൻ ഫ്രീയും അതേപോലെ സൾഫേറ്റ് ഫ്രീയും ആയിട്ട് വന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിനെ മെയിനായിട്ട് നമുക്ക് പറയേണ്ടതാണെങ്കിൽ ഇത് ഫുൾ പാരബൻ ഫ്രീയും അതേപോലെ ആൽക്കഹോൾ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ട് വന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഒരു പ്രൊഡക്റ്റാണ്.
ഈ ക്വെഞ്ച് എന്നുള്ള ബ്രാൻഡിലെ സ്കിൻ കെയർ മാത്രമല്ല കേട്ടോ, നമുക്ക് മേക്കപ്പിന്റെ പ്രൈമേഴ്സ് ഇപ്പോൾ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലിപ്പ് ഓയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് ഇപ്പോൾ ഒരു 7th കാറ്റഗറി വൈസ് നമ്മൾ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഓരോ കാറ്റഗറിയിലും സ്കിൻ റൊട്ടീൻസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫേസ് വാഷ്, ടോണർ, അങ്ങനെ കുറേ ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വെഞ്ചിന്റെ 7th കാറ്റഗറിയും നമുക്കിപ്പോൾ ഒരു മിനി ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നമ്മൾ മിഡാസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, പർച്ചേസ് ചെയ്യുക.